നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇത് മിഡ് പോയിൻറ്റ് തിയറത്തിൻ്റെ ഒരു പ്രോബ്ലം. ഓക്കെ, എ ബി സി ഡി എന്ന് പറയുന്ന ഒരു ട്രിപ്പീസിയം ഉണ്ട്. ട്രിപ്പീസിയത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? വൺ പെയർ ഓഫ് സൈഡ് പാരലായിരിക്കും അല്ലേ, ഒരു പെയർ ഓഫ് സൈഡ്. അതായത് ഇവിടെ എ ബിയും സി ഡിയും പാരലാണ്. അപ്പം എ ബി സി ഡി ഈസ് എ ട്രിപ്പീസിയം ഇൻ വിച്ച് എ ബി പാരലൽ ടു ഡി സി. എ ബിയും ഡി സിയും പാരലാണ്. ബി ഡി ഈസ് എ ഡയഗണൽ, ബി ഡി ആയ ഡയഗണൽ. ഓക്കെ, ബി ഡി ഡയഗണൽ. ആൻഡ് ഇ ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് എ ഡി. എ ഡിൻ്റെ മിഡ് പോയിൻ്റ് ആണ് ഇ. എ ലൈൻ ഈസ് ഡ്രോൺ ത്രൂ ഇ പാരലൽ ടു എ ബി. എ ബിയിൽ നിന്നും പാരലായിട്ട്, എ ബിക്ക് പാരലായിട്ട് ഇ നിന്നൊരു ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, പാരലൽ ടു എ ബി ഇൻ്റർസെക്റ്റിംഗ് ബി സി അറ്റ് എഫ്. എന്നിട്ട് ഇവിടെ ജോയിൻ ചെയ്യുന്നത് ബി സിക്ക് ഇതാ ഇവിടെ ജോയിൻ ചെയ്യുന്നു. എഫ് എന്ന് പറയുന്ന പോയിൻ്റ് അവിടെ കൊടുത്തു. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ കാണേണ്ടത് എഫ് മിഡ് പോയിൻ്റ് ആണെന്ന് നമുക്ക് കാണാം. ബി സിയുടെ മിഡ് പോയിൻ്റ് ആണ് എഫ് എന്ന് നമുക്ക് കാണാം. ഓക്കെ, അതിന് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കാണേണ്ടത് എന്താണെന്ന് അറിയാം. എഫ് ബി സിയുടെ മിഡ് പോയിൻ്റ് ആണെന്നാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇത് നോക്കാം. എ ബി പാരലൽ ടു ഡി സി ആണ് അല്ലേ, എ ബിക്ക് പാരലാണ് ഡി സി. അതേപോലെ തന്നെ ബി ഡി എന്നൊരു ഡയഗണൽ പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഇയിൽ നിന്നൊരു പാരലൽ ലൈനായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അത് രണ്ടും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. എവിടെ? ജി എന്ന് പറയുന്ന പോയിന്റിൽ. എ ബി പാരലൽ ടു ഡി സി. ഓക്കെ, അതേപോലെ തന്നെ ബി ഡി എന്ന് പറയുന്ന ഈ ലൈന് ഇൻ്റർസെക്റ്റ് ഇ എഫ് അറ്റ് ജി. ബി ഡി എന്ന് പറയുന്ന ലൈന് ഇ എഫിന് ജി എന്ന് പറയുന്ന പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് നോക്കാം. ട്രയാങ്കിൾ എ ബി ഡി, നമുക്ക് ട്രയാങ്കിൾ നോക്കാമല്ലോ. എ ബി ഡി, ഈ ട്രയാങ്കിൾ മാത്രം നോക്കാം. അതിൽ നിന്ന് നമുക്കറിയാം ഈ എ ഡിൻ്റെ മിഡ് പോയിൻ്റാണ്. ഓക്കെ, ഈ എ ബിക്ക് പാരലാണ് ഇയിൽ നിന്ന് പോകുന്ന ലൈന്. ഇപ്പോൾ നമ്മൾ ഒരു കൺവേഴ്സ് മിഡ് പോയിൻ്റ് തിയറത്തിൽ പഠിച്ചിട്ടുണ്ട്. എ മിഡ് പോയിൻ്റ് പാരലൽ ടു സെക്കൻഡ് സൈഡ് ബൈസെക്റ്റ് ദ തേർഡ് സൈഡ് അല്ലേ. ബൈസെക്റ്റ് എന്ന് വെച്ചാൽ മിഡ് പോയിൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം. ഇ ഈസ് ദി മിഡ് പോയിൻ്റ് ഓഫ് എ ഡി and EG parallel to AB അല്ലേ. Therefore G is the midpoint of BD. നമുക്ക് ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കാം? കൺവേഴ്സ് മിഡ് പോയിൻ്റ് തിയറം കൊടുക്കാം അല്ലേ. കൺവേഴ്സ് മിഡ് പോയിൻ്റ് തിയറത്തിൽ നമ്മൾ പഠിച്ചത് ഒരു സൈഡിൻ്റെ മിഡ് പോയിൻ്റ് അവിടെ നിന്നൊരു ലൈന് സെക്കൻഡ് സൈഡിന് പാരലായിട്ട് പോകുന്നുണ്ടെങ്കിൽ തേർഡ് സൈഡിനെ ബൈസെക്റ്റ് ചെയ്യും. അത് മിഡ് പോയിൻ്റ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം? ട്രയാങ്കിൾ മാറ്റി പിടിക്കാം. ട്രയാങ്കിൾ ബി സി ഡി എടുക്കാം. ട്രയാങ്കിൾ ബി സി ഡി എടുത്താൽ, അതായത് ബി സി ഡി എടുത്താൽ നമുക്കറിയാം ജി ഒരു മിഡ് പോയിൻ്റാണ് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു. G is the midpoint of BD അല്ലേ. അതേപോലെ തന്നെ എന്താ പറയുക, ഇത് രണ്ടും പാരലൽ ലൈൻസാണ് നമുക്കറിയാലോ. ഇത് രണ്ട് പാരലൽ ലൈൻസാണല്ലേ. അപ്പോൾ ജി എഫ് പാരലൽ ടു എ ബി. അദ്ദേഹത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എ ബി പാരലൽ ടു സി ഡി ആണ് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ അറിയാം. ജി എഫ് പാരലൽ ടു എ ബി ആണ്, എ ബി പാരലൽ ടു ഡി സി ആണ്. അപ്പോൾ ജി എഫും ഡി സിയും പാരലായിരിക്കും അല്ലേ. ജി എഫും ഡി സിയും പാരലായിരിക്കും. അപ്പോൾ ജി എന്ന് പറയുന്നൊരു മിഡ് പോയിൻ്റിൽ നിന്ന് ലൈൻ ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട് ഡി സിക്ക് പാരലായിട്ട്. ഓക്കെ, അങ്ങനെ ആവുമ്പോൾ എഫ് തേർഡ് സൈഡായിട്ട് വരും. ജി എന്ന് പറയുന്നൊരു മിഡ് പോയിൻ്റ്, അവിടെ നിന്ന് ലൈൻ ഇങ്ങനെ പാസ് ചെയ്യുന്നു. സെക്കൻഡ് സൈഡായ ഡി സിക്ക് പാരലാണ്. അങ്ങനെയാണെങ്കിൽ തേർഡ് സൈഡിനെ ബൈസെക്റ്റ് ചെയ്യും. അതായത് എഫ് ഇവിടെ മിഡ് പോയിൻ്റ് ആണ്. Therefore F
ഈസ് ദി മിഡ് പോയിൻറ്റ് ഓഫ് ബി സി. എന്താ റീസൺ? കൺവേഴ്സ് മിഡ് പോയിൻറ്റ് തിയറം. കൺവേഴ്സ് മിഡ് പോയിൻറ്റ് തിയറം.